14 ജില്ലകളിലെ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും അവലോകനം നടത്തുന്നതിനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലകളിലെ തുടക്കം എന്നുള്ള നിലയ്ക്കാണ് കാസർഗോഡ് ജില്ലയിൽ ആദ്യമായിട്ടാണ് ജില്ലാതല അവലോകന യോഗം ഇപ്പോൾ നടക്കുന്നത്. ഡെപ്യൂട്ടി തഹസിൽദാർ അതുപോലെ ഡെപ്യൂട്ടി കളക്ടേഴ്സ് ADM കളക്ടർ ഉൾപ്പെടെ ഇതിനകത്ത് ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഇത് കഴിഞ്ഞിനി വില്ലേജ് ഓഫീസേഴ്സിന്റെ ഒരു ഓൺലൈൻ മീറ്റിംഗ്, വില്ലേജ് ഓഫീസേഴ്സിന് ഈ ഒരു മീറ്റിങ്ങിന്റെ ഭാഗമായി വിളിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഒരു ദിവസം പോകരുത് എന്നുള്ളതുകൊണ്ട് അവർ ഓൺലൈൻ മീറ്റിങ്ങിലൂടെ അവരുടെ യോഗത്തിൽ കഴിഞ്ഞാൽ ഉടനെ ചേരുന്നത്. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യോഗം വിലയിരുത്തി. അതോടൊപ്പം 100 ദിന കർമ്മ പരിപാടികളുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തീരുമാനിച്ച കാര്യങ്ങൾ 100 ദിവസം കൊണ്ട് തന്നെ പൂർത്തീകരിക്കുന്നതിനും നിലവിലുള്ള തീരുമാനങ്ങൾ അതുപോലെ തന്നെ ഓരോ ജില്ലയ്ക്കും കൊടുത്തിട്ടുള്ള 100 ദിന കർമ്മ പരിപാടി ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എന്താണോ അതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യണം, അതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൊതുവെ കാസർഗോഡ് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളൊക്കെ തന്നെ കുറേയേറെ പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇവിടുത്തെ തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഭൂമി തരംമാറ്റം, ഭൂമി പട്ടയം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ റവന്യൂ വകുപ്പ് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് മുൻകാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ അപേക്ഷകളും ജനങ്ങളും വരുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. വില്ലേജ് ഓഫീസ് കൂടുതൽ ജനസൗഹൃദമാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനം. വില്ലേജ് ഓഫീസ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ മുഖമാണ് ഓരോ പ്രദേശത്തെയും വില്ലേജ് ഓഫീസർ. ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ കടന്നു ചെല്ലുന്ന ഇടമാണ് വില്ലേജ് ഓഫീസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വില്ലേജ് ഓഫീസിൽ ജനങ്ങൾക്ക് ഒരു കാര്യത്തിന് 9 വട്ടം പോകുന്നതിന് പകരം ഒരു തവണ കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നെങ്കിൽ അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് മാതൃകാ പോലീസ് സ്റ്റേഷനും ജനസൗഹൃദ പോലീസ് സ്റ്റേഷനും നമുക്ക് ഉണ്ടെങ്കിൽ ഇന്ന് അതിലേറെ നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒന്നാണ് വില്ലേജ് ഓഫീസുകൾ ജനസൗഹൃദമാക്കി മാറ്റുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനം വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ഉണ്ടാവണം, റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം ആവശ്യങ്ങൾ വളരെ വലുതാണ്. പലപ്പോഴും നമ്മുടെ നിയമത്തിൻ്റെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ പരിധിക്കകത്തുനിന്നുകൊണ്ട് ചെയ്യുന്നതിൽ പരിമിതിയുണ്ട്. പക്ഷേ ആളുകൾ പറയുന്നത് കേൾക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക, അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. നമ്മൾ ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം അപേക്ഷകൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 25,000 അപേക്ഷകൾ കേരളത്തിൽ പരിഹരിക്കാൻ തീർപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ തുടക്കം എന്നുള്ള നിലയ്ക്ക് 5000-ഓളം പട്ടയങ്ങൾ കൊടുക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ 100 ദിവസത്തിനകം 5000-ഓളം പട്ടയങ്ങൾ കൊടുക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഉള്ളത് നമുക്ക് ഫെയർ വാല്യൂ ഫിക്സ് ചെയ്തിരുന്നു. നമ്മൾ ഫെയർ വാല്യൂ ഓരോ സ്ഥലത്തും ഫിക്സ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറേയേറെ പരാതികൾ ഗവൺമെന്റിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം പരാതികളൊക്കെ അങ്ങനെ പരാതിയായിട്ട് നിൽക്കുന്നു എന്നല്ലാതെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫെയർ വാല്യൂവിന്റെ കാര്യത്തിൽ വളരെ കൂടുതലാണ് എന്ന് പറയുന്ന പരാതികൾ ഒരുപാട് സ്ഥലത്തുണ്ട്. നിലവിലുള്ള മാർക്കറ്റ് വാല്യൂവിനേക്കാൾ എത്രയോ മുകളിൽ ഫെയർ വാല്യൂ നിൽക്കുന്നു എന്ന് പറയുന്ന പരാതിയുണ്ട്. അവിടെ അത് അന്വേഷിച്ച് പറയുന്നത് ശരിയാണെങ്കിൽ ഫെയർ വാല്യൂ താഴോട്ട് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ മാർക്കറ്റ് വാല്യൂ ഉള്ള സ്ഥലങ്ങളിൽ അതിന് അനുപാതികമായിട്ടുള്ള ഫെയർ വാല്യൂ വളരെ താഴോട്ട് പോയിട്ടുള്ള ഇടങ്ങളുണ്ട്, അതും മുകളിലോട്ട് കൊണ്ടുവരാനുള്ള ഫെയർ വാല്യൂയുടെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. അതുമായിട്ട് മുന്നോട്ട് പോകും. ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് വലിയൊരു സ്റ്റെപ്പാണ് നമ്മുടെ സർവേയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് ഒരുപാട് കാലം സർവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്നതോടുകൂടി നമുക്കത് ഏറെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. ഇതിനകം 1 ലക്ഷത്തോളം പരാതികൾ ഉണ്ടായിരുന്നു. പൊതുവെ സർവേ നടത്തുമ്പോൾ പ്രീ സർവേ ആണെങ്കിലും താരതമ്യേന ഒരുപാട് പരാതികൾ ഉണ്ടാവും. അത് വെച്ച് നോക്കുമ്പോൾ ഡിജിറ്റൽ സർവേക്ക് താരതമ്യേന കുറവായിട്ടാണ് തോന്നുന്നത്. ആ 1 ലക്ഷം പരാതികൾ 48,000 പരാതികൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബാക്കി വരുന്ന പരാതികൾ 100 ദിവസം കൊണ്ട് ആ പരാതികൾ തീർപ്പാക്കാനുള്ള നടപടികൾ റവന്യൂ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് ആദിവാസി മേഖലകളിൽ അതുപോലെ SC
മേഖലകളിൽ മത്സ്യത്തൊഴിലാളി മേഖലകളിലുള്ള അവർക്ക് ലഭിക്കേണ്ട പട്ടയം അത് പ്രത്യേകം പരിശോധിക്കുവാനും അത്തരം പട്ടയങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുക്കുവാനുള്ള തീരുമാനം ഉണ്ടാകും. ഈ വർഷം അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്.